പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ലാത്ത റാൻഡം വ്ളോഗ്സൊക്കെ കാണാൻ കുറച്ച് പേർക്ക് ഇഷ്ടമാണ്. അത് ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും ഒരു മെമ്മറിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആൾക്കൊരു ഷർട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ കടയിൽ വന്നതാണ്. ഒത്തിരി ലേറ്റായിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം വന്ന ആൾക്കാർ അത്ര ഹെൽത്തി ആൾക്കാരല്ല. ചേച്ചിക്ക് ചെറുതായിട്ട് പനിയുടെ ആരംഭമൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഹെൽത്തി ആണെങ്കിലും ഈ പനി എനിക്ക് തന്നിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ എനിക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് ആ യെല്ലോ ഷർട്ടൊക്കെ വാങ്ങിച്ച് നമ്മളിത് അങ്കമാലി ടൗണിൽ കൂടെ ഒന്ന് കറങ്ങി പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓറഞ്ച് ബേക്കേഴ്സിൽ ചേട്ടനെയൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് പോയ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കാണുമ്പോൾ ചേച്ചി ഇതേപോലെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. അപ്പം ഞാൻ വെറുതെ അത് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാനൊന്ന് ഫ്രഷായി. എവിടേക്കോ എനിക്കൊരു തലവേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഇവരിന്ന് പോകും കേട്ടോ. അപ്പോൾ ഈവനിങ് ഒരു ചായയൊക്കെ കുടിച്ച് ഫാമിലി ടൈമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ചേച്ചിയുടെ കയ്യിലെ പേപ്പർ അമ്മയ്ക്ക് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പോകുന്നതിന് മുൻപ് തറവാട്ടിലൊക്കെ പോയി അമ്മൂമ്മേനൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ചേച്ചിക്ക് എന്തായാലും പോകുന്ന സമയത്ത് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകലുണ്ട്. ഇപ്രാവശ്യം സ്ഥലമില്ലാത്തതുകൊണ്ട് ആകെ കുറച്ചേ കൊണ്ടുപോയിട്ടുള്ളൂ. ഓണത്തിൻ്റെ അന്ന് അവരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്നല്ല ദിവസങ്ങളൊക്കെ കടന്നുപോയത്. ശരിക്കും പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ആ സമയത്ത് നല്ല ഡള്ളാവാറുണ്ട്. പിന്നെ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ വരാനും ഓണം കൂടാനൊക്കെ പറ്റിയതിൽ നമ്മളെല്ലാവരും ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ.